ഹായ് ഫ്രണ്ട്സ്, മോൻ വോയിസ് ഇടാമെന്നും പറഞ്ഞ് വന്നതായിരുന്നു. അപ്പോൾ അവന് ഉറക്കം വന്ന് അവൻ പോയി കളഞ്ഞ്. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യുന്ന വർക്കെന്ന് പറഞ്ഞാൽ ഒരു മിറർ വർക്കാണ്. അത് ഒരു വോൾ ഹാങ്ങിങ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഇവിടെ കിടന്ന സ്റ്റോറിൽ നിന്ന് ഞാൻ വാങ്ങിച്ച തൊട്ടടുത്ത കടയിൽ നിന്നും വാങ്ങിച്ച ഒരു ബൈൻഡാണ്. അപ്പോൾ അത് കട്ട് ചെയ്ത് ഒരു സൈഡ് മാത്രം വലിയൊരു പീസാണ്. അപ്പോൾ അത് കട്ട് ചെയ്തതിന് ശേഷം അതിലൊരു മയിലിനെയാണ് മിറർ വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു മയിലിനെ, ഒരു പീക്കോക്കിനെയാണ് ചെയ്യാൻ പോണത്. കംപ്ലീറ്റ്ലി നമ്മൾ മിറർ വർക്കായിട്ടാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഔട്ട്ലൈൻ ഇട്ട് കഴിഞ്ഞ് സിമ്പിളായിട്ടുള്ള ഔട്ട്ലൈൻ, വളരെ സിമ്പിളായിട്ടുള്ള ഔട്ട്ലൈനാണ്. അതിനുശേഷം അത് കട്ട് ചെയ്ത് ആ ഒരു ബൈൻഡ് കാർഡ്ബോർഡ് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ആ ഒരു ഷേപ്പ് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ശിഖരത്തിലിരിക്കുന്ന ഒരു പീക്കോക്കിനെയാണ്. അപ്പോൾ ശിഖരത്തോടുകൂടി നിർത്തിക്കൊണ്ടാണ് ഞാനത് കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്കിങ്ങനെ ഒരു കാർഡ്ബോർഡിൽ നമുക്ക് ഇതുപോലെ ഈ ഒരു മിറർ വർക്കെന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളതാണ്. വർക്കുകളിൽ വെച്ച് മിറർ വർക്കും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു വർക്കാണ്. കാരണം അതിൻ്റെ ആ ഒരു ഗ്ലിറ്ററിങ്, ആ ഒരു തിളക്കമാണ്. അത് എവിടെ എന്ത് ചെറിയ വർക്ക് ചെയ്താലും നമുക്ക് നല്ല എഫക്റ്റോടുകൂടി അത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഏത് ഷേപ്പിലും ഏത് വെജിറ്റബിളോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ, അതുമല്ലെങ്കിൽ ഫ്ലവേഴ്സോ ബേഡ്സോ എന്തിൽ വേണമെങ്കിലും നമുക്ക് ഈ ഒരു മിറർ വർക്ക് ചെയ്തെടുക്കാമെന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കണ്ടില്ലേ ഒരു ഔട്ട്ലൈൻ എല്ലാം കട്ട് ചെയ്ത് ക്ലിയർ ചെയ്ത് അതിനു ശേഷം ഇത് ഗ്രീൻ പ്ലസ് ബ്ലൂ കളറാണ്, മയിൽപ്പീലി കളറാണ്. അപ്പോൾ ആ ഒരു കളർ കംപ്ലീറ്റ് ഫുള്ളി ആ ഒരു മയിലിനെ കംപ്ലീറ്റ് ആ ഒരു കളർ ചെയ്തിട്ടാണ് അതിൽ മിറർ ഓരോന്നായിട്ട്. മിറർ എന്ന് പറഞ്ഞാൽ പല ഷേപ്പിലുള്ള മിറർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് ഹോൾസെയിൽ കടയിൽ നിന്നും വാങ്ങിച്ചതാണ്. പല ഷേപ്പ് എന്ന് വെച്ചാൽ ഡയമണ്ട് ഷേപ്പുണ്ട്, അതുപോലെ തന്നെ റൗണ്ട് ഷേപ്പുണ്ട്, അതുപോലെ തന്നെ ഈ നമ്മുടെ മുട്ടിൻ്റെ ഷേപ്പുണ്ട്, ചെറിയ റൗണ്ട് ഷേപ്പുണ്ട്. അങ്ങനെ പല ഷേപ്പിലത് ഇതുപോലെ ചിന്നക്കടയിൽ നിന്ന് ഒരുമിച്ച് ഹോൾസെയിലായിട്ട് ഒരുമിച്ച് കുറേ മിറർ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഒരുപാട് മിറർ വർക്കുകൾ ഇതിനിടയ്ക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് വളരെ തുച്ഛമായിട്ടുള്ള വിലയ്ക്ക് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ കുട്ടികളെ കൊണ്ട് ചെയ്തെടുപ്പിച്ച് നമ്മുടെ വീട്ടിൽ വോൾ ഡെക്കറേഷനാക്കി തന്നെ വെക്കാൻ പറ്റുന്നതാണ്. വളരെ എളുപ്പത്തിൽ കണ്ടില്ലേ, സിമ്പിളായിട്ടുള്ള ലൈനിലാണ്, വളരെ സിമ്പിളായിട്ടുള്ള ലൈനിങ്ങാണ് ഈ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മുകളിലാണ് ഓരോന്നും കളർ ചെയ്ത് എടുക്കുന്നത്. ആ ഒരു പീകോക്കിന് ഫുള്ളി നമ്മൾ ഈ കളറാണ് ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് വലിയ വലിയ ബൈൻഡുകൾ നമുക്ക് കടകളിൽ നിന്ന് അത് എനിക്ക് മോള് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് ഈ മൂക്കുത്തി. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് കുട്ടിക്കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു ഈ ഒരു മൂക്ക് കുത്തണം എന്നുള്ളത്. ഇതിപ്പോൾ കുത്തിയിട്ടില്ല, കുത്താൻ എനിക്ക് പേടിയാണ്. പക്ഷേ ആ ഒരു കുത്തി ഇത് പ്രസ് ചെയ്തിടുന്നതാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. കണ്ടില്ലേ, ഇതിപ്പോൾ കളർ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് പീകോക്കിന്. ഇനി ആണ് കണ്ടില്ലേ ആ ഒരു കളർ ഇട്ടപ്പം തന്നെ വളരെ ഭംഗിയുണ്ട്. അപ്പോൾ അതിൽ ആ ഒരു മിററും കൂടി കണ്ടില്ലേ, പല സൈസ് മിറർ. ഇത് സ്ക്വയർ മിററുണ്ട്, അതുപോലെ തന്നെ ഡയമണ്ട് മിററുണ്ട്. ഇനിയിപ്പോൾ ചെറിയ ഡയമണ്ട് മിറർ കൊണ്ട് ഇത് കംപ്ലീറ്റ് കവർ ചെയ്യാൻ പോവുകയാണ്. ആ ഒരു ഹെഡ് പോർഷൻ തൊട്ട് ആ ഒരു ബോഡി വരെ മാത്രമേ ഈ ചെറിയ ഇതുകൊണ്ട് ചെയ്യാൻ പോകുന്നുള്ളൂ. അതുപോലെ ആ വിങ്സിൻ്റെ പോർഷൻ വേറെ റൗണ്ട് ചെറിയ ഗോപിപ്പൊട്ടിൻ്റെ, അതായത് നമ്മുടെ മുട്ടിൻ്റെ ഷേപ്പിലുള്ളത് കൊണ്ടാണ്. അങ്ങനെ കുറേ പേഷ്യൻസ്, അതായത് കുറച്ച് സമയം നമ്മൾ മെനക്കെട്ടിരുന്നാൽ വളരെ ഭംഗിയുള്ള ഒരു ക്രാഫ്റ്റ് ഐറ്റമാക്കി നമുക്ക് എടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഇതെല്ലാം പേഷ്യൻസ് ഏറെ നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും കണ്ടില്ലേ, ഇത് വെറുതെ ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചൊട്ടിച്ച് എടുക്കുന്നതേ ഉള്ളൂ. അല്ലാതെ B7000 എന്ന ഗവൺമെൻറ് ആവശ്യം നമുക്കിവിടെ വരുന്നില്ല. വളരെ സിമ്പിളായിട്ട് നമ്മുടെ കയ്യിലുള്ള ഐറ്റംസുകൾ കൊണ്ടാണ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ വളരെ സിമ്പിളായിട്ട് നമ്മളത് കംപ്ലീറ്റ് അത് ചെയ്ത് ഓരോരോ പോർഷനായിട്ട് അത് ചെയ്തെടുക്കുകയാണ്. കുറച്ച് സമയമെടുക്കും. നമ്മൾ ആ ഒരു അടുക്കോടുകൂടി ആ ഒരു ക്രമീകരിച്ചെടുക്കുന്ന ആ ഒരു ചിട്ടയോട് ക്രമീകരിച്ചെടുക്കുകയാണ്. കണ്ടില്ലേ, ഓരോന്നായിട്ട് അടുക്കി വെച്ച്
തന്നെ ആ ഒരു ലൈൻ അനുസരിച്ചാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. വെറുതെ അവിടെ എവിടെയും വാരിയല്ല ചെയ്തിരിക്കുന്നത്, കണ്ടില്ലേ? ആ ഒരു ബോഡി ഷേപ്പ് വരെയും എന്ത് നല്ല ഭംഗിയുണ്ട്. കണ്ടപ്പോൾ വളരെ ഇഷ്ടം തോന്നി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ മിറർ വർക്ക് എന്ന് വെച്ചാൽ, ഒരുപാട് ഇഷ്ടമാണ്. എനിക്ക് മറ്റുള്ളത് എല്ലാം കാണുമ്പോൾ ചെയ്യുമ്പോഴൊക്കെ ഒരുപാട് ഇഷ്ടം തോന്നും. മോൻ എൻ്റെ അടുത്ത് തന്നെ ഉണ്ട്, ഇരുന്ന് കാണുന്നുണ്ട് ഇതെന്ത് ചെയ്യുന്നെന്നുള്ളത്. അവനെ കൊണ്ടത് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ശരിയാവത്തില്ല. കാരണം ഗമ്മാണ്, നമ്മുടെ കയ്യിൽ ഗമ്മ് പറ്റിയാൽ ഇതെല്ലാം കൂടി നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിച്ചിഞ്ഞ് പോരും. അപ്പോൾ അത് പറ്റത്തില്ല. കണ്ടില്ല, ഇതിന് ഓരോ സ്റ്റെപ്പായിട്ടാണ് നമ്മളത് ഒട്ടിച്ചെടുക്കുന്നത്. അവിടെ എവിടെയും ചെയ്തല്ല. ആ ഒരു വലിയ റൗണ്ട് പോർഷൻ, വലിയ റൗണ്ട് മിററുണ്ട്. അത് ആ ഒരു ടെയിലിന് വേണ്ടിയിട്ട് ഫെദറിൻ്റെ സെൻറ്ററിൽ വെക്കുന്ന രീതിയിൽ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി അതിൻ്റെ ഗ്യാപ്പ് വന്ന ഭാഗത്തെല്ലാം നമ്മുടെ ചെറിയ ഗോപി പൊട്ടുകൊണ്ട് അത് കവർ ചെയ്ത്, അപ്പം ആ ഒരു വാലിൻ്റെ പോർഷനും ആ ഒരു ബോഡി പോർഷനും തങ്ങളി വേർതിരിച്ചറിയത്തക്ക വിധത്തിൽ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റിയെന്നുള്ളതാണ്. കണ്ടില്ലേ? ഇത് തന്നെ ആയപ്പോൾ തന്നെ വളരെ മനോഹരമായിട്ടുണ്ട്. കണ്ടില്ലേ? ഇത് അടുക്കി വെച്ചിരിക്കുന്നുണ്ട്. ആ റൗണ്ട് ഷേപ്പാണ് ആ ഒരു വിങ്സിന് കൊടുത്തിരിക്കുന്നത്. ഇത് വലിയൊരു മുത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കണ്ണിൻ്റെ നല്ലൊരു എടുപ്പിന് വേണ്ടിയിട്ട് ആ ഒരു മുത്ത് അവിടെ വെച്ചപ്പോൾ അതും കൊള്ളാം. ആ ഒരു ചുണ്ടിന് വേണ്ടിയിട്ട് മിറർ ചെയ്തിട്ടില്ല. അത് ഗോൾഡൻ 3D ഗോൾഡൻ പൊടി ഉണ്ടായിരുന്നു, അതാണ് ഇട്ടത്. ആ ഒരു ബ്രൗൺ ഇതെന്ന് വെച്ചാൽ ബ്രാൻഡിന് ബ്രൗൺ പ്ലസ് ബ്ലാക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഉണ്ടല്ലേ, ബ്രൗൺ പ്ലസ് ബ്ലാക്ക് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിലെന്ന് വെച്ചാൽ ചെറിയ പഞ്ചാര മുത്തെന്ന് പറയും, കുഞ്ഞു കുഞ്ഞ് വെള്ള മുത്തുകൾ. കണ്ടില്ലേ? ഇത് ഞാൻ ഹോൾസെയിലായിട്ട് കുറേ മുത്തുകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇത് ഫെവിക്കോൾ കണ്ടില്ലേ? ഫെവിക്കോൾ തേച്ച ഒരു ഭാഗത്തോട്ട് നമ്മൾ ലൈനായിട്ട് ആ ഒരു മരത്തിൻ്റെ കൊടുക്കുന്ന ലൈനായിട്ട് കൊടുത്തിട്ട് വെറുതെ വാരി വെതറിയിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. കണ്ടില്ലേ? ഇതാണ് പഞ്ചാര മുത്തെന്ന് പറയുന്നത്. ഇനി ബാക്കി അങ്ങനെ നമുക്ക് കേട്ടിട്ടുള്ളിടത്തോളം അതാണ് പഞ്ചാര കുഞ്ഞു മുത്തുകളാണ്. ചെറിയ നല്ല തിളക്കത്തോടെയുള്ള മുത്തുകൾ പല കളറിലുണ്ട്. ഇത് ഗോൾഡൻ കളറിലുണ്ട്, ബ്ലൂ കളറുണ്ട്, വയലറ്റ് കളറുണ്ട്. അങ്ങനെ പ്രത്യേകം പല പല കളറിൽ കിട്ടുന്ന ഒരു പഞ്ചാരമുത്താണ്. അത് കംപ്ലീറ്റ് ആ ഒരു വെറും ഫെവിക്കോൾ മാത്രമേ ഞാനിവിടെ യൂസ് ചെയ്തോളൂ. അതിൻ്റെ ആവശ്യമുള്ളൂ, നമുക്ക് B7000 ആവശ്യമില്ല. കണ്ടില്ലേ എന്ത് മനോഹരമാക്കി എടുക്കാൻ പറ്റിയെന്നുള്ളത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വർക്കാണ്. ഇതിപ്പോൾ ഞാൻ വോൾ ഹാങ്ങിങ്ങിലായിട്ട് ഭിത്തിയിൽ ചേർത്ത് ഒട്ടിച്ച് വെക്കാനായിട്ടാണ്. അത് ഡബിൾ ടേപ്പ് എടുത്ത് ചെയ്തിരിക്കുകയാണ്. വളരെ മനോഹരമാക്കി ചെയ്യാൻ പറ്റും.